എടുത്ത് ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുന്നു. നമുക്ക് തോന്നുന്നു വർഷത്തിലെ വിദ്യാഭ്യാസത്തിന്റെ സമാപന ശുശ്രൂഷയാണ് നന്നായിരിക്കുന്നത്. 2020 വർഷത്തിലെ വിദ്യാഭ്യാസം എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നതായിരുന്നു. അതിനെ ആസ്പദമാക്കി 7 ചിന്തകൾ നമ്മൾ ചിന്തിച്ചു. എന്നാൽ 8ാമത്തെ ചിന്തയാണ് ചിന്തിക്കുന്നത് ക്രിസ്തുവിൽ പ്രകാശിക്കുക സാക്ഷിക്കുക എന്നതാണ്. അപ്പോ സാക്ഷി പറയുവാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ പോകാറുണ്ട്. നമ്മുടെ സഭയിലെ ഒരു 80% ആൾക്കാർ സാക്ഷി പറയുവാനായിട്ട് പോകാറുണ്ട് അല്ലെ? അപ്പോ ഈ സാക്ഷി പറയാൻ പോകുമ്പോൾ കയ്യിൽ എന്തുണ്ടാകും? സത്യവേദ പുസ്തകം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് സത്യവേദ പുസ്തകം സാക്ഷി പറയാൻ പോകുമ്പോൾ കയ്യിൽ വയ്ക്കുന്നത്? സത്യവേദ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നത് ബാലൻസ് ചെയ്യാനാണോ? പിന്നെ ചിന്തിച്ചിട്ടുള്ളത് എല്ലാവരും കൊണ്ടുപോകുന്നു, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നു ഭയം. അങ്ങനെയാണ് നമ്മുടെ ആപത്ത് കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒന്നുമില്ലായ്മയുടെ കാലത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ഈ വചനമാണ് എന്നെ ബലപ്പെടുത്തിയത് എന്നൊരു അടയാളമായിട്ടാണ് ബൈബിൾ നമ്മൾ ഇതിന് കൊണ്ടുപോകുന്ന സാക്ഷ്യം പറയാൻ നേരത്തെ ഈ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം എന്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിച്ചു എന്നൊരു അടയാളമായിട്ടാണ് ബൈബിൾ നമ്മൾ സാക്ഷ്യം പറയുന്ന നേരത്ത് കൊണ്ടുപോകുന്നത്. അപ്പോ ഞാൻ ഒരു നാളിലേക്ക് ആയ സമയത്ത് നമ്മുടെ ആ സമയത്തായിരുന്നു വിദ്യാഭ്യാസത്തിനൊക്കെ പോകാറുണ്ട്. അപ്പോ ഞാൻ എല്ലാവരോടും ഡയറക്ടറൊക്കെ ചോദിക്കാറുണ്ട്, പള്ളി എല്ലാ ആഴ്ചയും പോകണോ? പള്ളിയിലെ വരണമെന്നൊന്നും ബൈബിളിലൊന്നും എഴുതിയില്ലേ? ബൈബിളിലൊന്നും എഴുതിയില്ല എന്നൊക്കെയാണ് നമ്മളൊക്കെ പറഞ്ഞ് എഴുതിയിരുന്നത്. എബ്രായർ 10-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം എടുത്ത് എബ്രായർ 10-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. എബ്രായർ 10-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. എബ്രായർ 10-ാം അധ്യായം എടുത്ത് വായിച്ചു. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം കൊടുക്കാൻ കേട്ടില്ല, സമർപ്പിക്കാൻ കേട്ടില്ല, അന്യോന്യം സൂക്ഷിച്ചു കൊടുക്കാം, അന്യോന്യം സൂക്ഷിച്ചു കൊടുക്കാം. അപ്പോ ഇഷ്ടപ്പെട്ട ഒരിക്കലും നിഷേധിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടാകണം. എത്ര പേര് ഈ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു സ്വന്തമായി ശോധന ചെയ്യുകയാണ്. സഭായോഗങ്ങൾ ഒരിക്കലും നിഷേധിക്കുവാനായിട്ട് പാടില്ല. സമയം ഉണ്ടായിരുന്നത് പോലും പലരും തന്റെ വീടുകളിൽ നിന്ന് മറ്റു പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ പറ്റുന്നവർക്ക് ചിലർക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നല്ല. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ സമയം ഉണ്ടായിരുന്നു. ഒരു അപ്പൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇവിടെ ആരാധന നേരത്തെ പോകും. ഞാൻ ചോദിച്ചു അപ്പൊ എന്താ നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങളുടെ കളിയൊക്കെ കാണാനായിട്ട് വന്നത് എന്ന് വളരെ സന്തോഷം. അങ്ങനെയുള്ള ആൾക്കാരും ഈ സഭയിലുണ്ട് എന്നതാണ് സത്യം. പക്ഷെ സമയം ഉണ്ടാകാൻ വരാത്ത ആൾക്കാരും ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് വരുന്ന വർഷങ്ങളിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ ഒരിക്കലും നിഷേധിക്കുവാനായിട്ട് പാടില്ല. സാക്ഷ്യം എന്ന് പറയുന്നത് കണ്ടതും അറിവുമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിനെ സാക്ഷ്യം എന്നും, സാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നതിന് സാക്ഷി എന്നാണ് പറയുന്നത്. സാക്ഷ്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത് അടക്കി വയ്ക്കുവാൻ കഴിയാതൊരു സാക്ഷ്യം ജീവിതം. അടക്കി വയ്ക്കുവാൻ കഴിയുന്ന സാക്ഷി ജീവിതം എന്നത്
നമ്മുടെ പുസ്തകത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പേരുകളൊന്നും പറഞ്ഞിട്ടില്ലാത്ത പ്രത്യേക അപ്രധാനമായ ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി. ആ വ്യക്തി ഒരു സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് ശമരിയ സ്ത്രീ എന്നാണ്. അടുക്കിലുള്ള കൈകളുടെ സാക്ഷി ചെയ്യപ്പെട്ടായത് ശമരിയ സ്ത്രീയാണ്. ശമരിയ സ്ത്രീ മുന്നോട്ടുമായിട്ട് കിടന്ന് എടുത്തു പോകും. യേശുവിനോട് അവിടെ ഉണ്ടായിരുന്നു. യേശുവിനോട് ശമരിയ സ്ത്രീ ചോദിച്ചു, കുടിക്കാൻ ചോദിച്ചു, വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് വ്യക്തമായിട്ട് അവർക്ക് എല്ലാവർക്കും കാണാതെ അറിയേണ്ട കാര്യമാണ്. അപ്പോ ശമരിയ സ്ത്രീ അവിടെ യേശുവിനോട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അവർക്കൊരു മാറ്റം ഉണ്ടായി. പലർക്കും ആ പാട്ട് തോന്നും അല്ലെ, മറ്റു സമയത്ത് കിണറിന്റെ തീരുന്ന ആ പാട്ട് തോന്നും വേണം. അപ്പോ അവരുടെ ജീവിതത്തിലേക്ക് യേശുവിനോട് കടന്നു വന്നപ്പോ അവൾ ഒരു മാനസാന്തരമുണ്ടായി. അവൾക്കൊരു മാനസാന്തരമുണ്ടായി അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായി. അപ്പോ എന്റെ സംശയം ഇവിടെയാണ്, അവൾ ചെയ്ത തെറ്റ് എന്താണ്? ശമരിയ സ്ത്രീ ചെയ്ത തെറ്റെന്താണ്? എന്താ ശമരിയ സ്ത്രീ എന്താണ്? ശമരിയ സ്ത്രീ തെറ്റെന്താണ്? തെറ്റം ചെയ്തില്ലേ? എന്ത് തെറ്റുണ്ട്? എന്താ തെറ്റ് ചെയ്തില്ല? ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഉത്തരം വരുന്നത്? കാരണം പറയാൻ മടി. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. അത് തെറ്റായിട്ട് യേശുവിടെ പറയുന്നില്ല. അവർ തെറ്റ് എന്ന് പറയുന്നത് കള്ളം പറയുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു. നമ്മളെ പോലെ കള്ളം പറയുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു ശമരിയ സ്ത്രീയുടെ. കാരണം അവർക്ക് യേശുവിനോട് നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊള്ളുക, അപ്പോൾ നിനക്ക് ഞാൻ എന്ത് ചെയ്യാം? ജീവന്റെ ജലം കോരണമെന്ന് പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവ് ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമായി പറഞ്ഞു. അപ്പോ അവരുടെ ഉള്ളത്തെ യേശുവിനോട് അവരോട് പറഞ്ഞു, നിനക്ക് ഭർത്താക്കന്മാർ പറഞ്ഞു 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ ഭർത്താവല്ല, ഇപ്പോൾ ഭർത്താവല്ല എന്ന് വ്യക്തമായിട്ട് യേശുവിനോട് പറയുവാൻ സാധിച്ചു. ഇതുപോലെയാണ് നമ്മൾ ഒരുപാട് കള്ളങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ എന്തിനു കള്ളം പറയും. കൂട്ടുകാരിലേക്ക് നല്ല കാര്യങ്ങളിലേക്ക് എവിടെ പോകണം? ഞാൻ നിന്റെ വീടിന്റെ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം വീടിന്റെ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ് പറയണത്. അല്ലെങ്കിൽ നിന്റെ വീടിന്റെ വളം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വന്തം വീടിന്റെ വളം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയും ഞാൻ വളം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെ വീടിന്റെ സ്വന്തം വീടിന്റെ. അപ്പോ എന്തിനു വേണ്ടി കള്ളം പറയുന്നത്? നമ്മുടെ കാര്യം ചിന്തിക്കുക. നമ്മുടെ ഉള്ളത് കാണുന്ന ഒരു കഥാവാണ് നമ്മുടെ കൂടെ. യേശു നമ്മളുടെ കള്ളം അവിടെ കണ്ടുപിടിച്ചു. അവർ കള്ളം പറയുന്നതാണ് എന്ന് യേശു വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അവരോട് പറയുന്നു, നീ പറഞ്ഞതൊക്കെ സത്യം, എന്റെ കച്ചവടം പറഞ്ഞു, നീ ഇപ്പോൾ ഉള്ളവന്റെ അവളുടെ ജീവിതത്തിൽ അവൾ മഷികളെ കണ്ടു എന്ന് വിളിച്ചു പറയുന്ന, അടക്കി വെക്കുവാൻ കഴിയാതെ സാക്ഷി ചെയ്യുന്ന അവളെ ഉണ്ടായിരുന്നു. നമുക്ക് അടക്കി വെക്കുവാൻ കഴിയാതെ സാക്ഷി ജീവിതം ഉണ്ടോ? യേശുവാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഓക്കെ, വന്നു കഴിഞ്ഞു, എല്ലാവരുടെ ഉള്ളിലേക്ക് വന്നു. പക്ഷേ അടക്കി വെക്കുവാൻ കഴിയാത്ത സാക്ഷി ജീവിതം നമ്മളെ ഉണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ക്രിസ്തുവിനെ വിളിച്ചു പറയുന്നവരായിട്ട് മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ബന്ധുക്കളോട്, ആരുടെങ്കിലും സുവിശേഷം വിളിച്ചു പറയുന്നവരായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവ് പ്രേരിച്ചു നൽകുന്ന സാക്ഷ്യ ജീവിതം. ആത്മാവ് പ്രേരിച്ചു നൽകുക എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവ്? എന്താണ് ആത്മാവ്? സമയം രാത്രി 12 മണി, സമയം രാത്രി 12 മണി, വെള്ള സാരിയൊക്കെ കൊടുത്ത്, പിന്നെ നല്ല കൈകൾ നീട്ടി വളർത്തി, നാടൊക്കെ തങ്ങി, വെള്ള സാരി അല്ല പിന്നെന്തോ നാടാണോ? ഇതൊക്കെ ആത്മാവുള്ളത്. മനുഷ്യനെ മണ്ണിൽ നിന്നും എന്ത് ചെയ്തു? ഉണ്ടാക്കി എടുത്തതിന് ശേഷം, സ്വന്തം സ്വരൂപത്തിൽ ഉണ്ടാക്കിയതിനു ശേഷം എന്ത് കയറ്റി? മൂക്കിലേക്ക് ജീവശ്വാസം.
അതാണ് ആത്മാവ്. അല്ലാതെ നമ്മള് ടി വി കാണുന്നത് പോലെ അല്ലത്തോട്ടങ്ങളിൽ സാരിയെ കൊണ്ട് നടക്കുന്നതല്ല ആത്മാവ്. ദൈവം മൂക്കിലേക്ക് ഊതിക്കയറ്റിയ ജീവശ്വാസമാണ് ആത്മാവ്, അല്ലാതെ വേറൊന്നും അല്ല ആത്മാവ്. ഈ ആത്മാവിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മാവ് 3 വിധത്തിലുണ്ട്. എത്ര വിധത്തിലുണ്ട്? 3 വിധത്തിലുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ ആത്മാവ് പിശാചിന്റെ ആത്മാവ്. എങ്കിൽ മൂന്നാമത്തെ ആത്മാവ് ആയിരിക്കും. മൂന്നാമത്തെ ആത്മാവ് നമ്മുടെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ്. ഇങ്ങനെ 3 വിധത്തിലാണ് ആത്മാവ്. 1 ദൈവത്തിന്റെ ആത്മാവ്, 2 പിശാചിന്റെ ആത്മാവ്, 3 മനുഷ്യന്റെ ആത്മാവ്. മനുഷ്യനാണ് ദൈവം കൂടിയ ആശ്വാസം. അത് 3ാമത്തെ ആത്മാവാണ്. അപ്പൊ അങ്ങനെ ഈ ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ആത്മാവ്, നമ്മുടെ ആത്മാവ് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കൂടെ ആരുണ്ടാവും? ഒന്നുകിൽ ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ പിശാചിന്റെ ആത്മാവ് കൂടെ ഉണ്ടായിരിക്കും. ഈ 2 ആത്മാവുകളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് ദൈവത്തിന്റെ ആത്മാവാണോ പിശാചിന്റെ ആത്മാവാണോ കൂടെ നിൽക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ പള്ളിയിലേക്ക് വരാനായിട്ട് ഇറങ്ങിയ ഉച്ചത്തിൽ തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായി ഇങ്ങനെ പള്ളിയിലേക്കാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആരാ കൂടെ ഉള്ളത്? പിശാചിന്റെ ആത്മാവ്. നമ്മൾ പഠിക്കാനായിട്ട് പുസ്തകത്തിൽ വായിച്ചു ഇതിനെ പഠിക്കുന്നു, തോറാപ്പറ്റി നടന്നുകൊണ്ടിരിക്കുക, അത് പോയി കാണാം എന്ന് വിചാരിക്കുന്നു. കൂടെ ഉള്ളതാരാ? പിശാചിന്റെ ആത്മാവ്. അപ്പോഴത്തെ തോറാപ്പറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് കാണണ്ട, അതൊന്നും കാണണ്ട, എനിക്ക് പരീക്ഷ വരികയാണ്, പഠിക്കണമെന്ന് തോന്നി പഠിക്കുകയാണെങ്കിൽ അതാരാ കൂടെ ഉള്ളത്? നമുക്ക് ചില അസ്വസ്ഥതയുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ പള്ളിയിലേക്കാണ് പോകുന്നത്, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുന്നു. കൂടെ ഉള്ളതല്ല ദൈവത്തിന്റെ ആത്മാവ്. ഇങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ആത്മാവ് പ്രേരിക്കുന്ന സാക്ഷി ജീവിതത്തിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സക്കായിയുടെ ജീവിത അനുഭവം. സക്കായി ആരാണ്? സക്കായി? വളർച്ചയിൽ കുരുവിനായ ഒരു മനുഷ്യൻ, ചുക്കക്കാരൻ പ്രമാണിയായ ഒരു മനുഷ്യനാണ് സക്കായി. അദ്ദേഹം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹപ്പെട്ട ആരും തന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പഠിച്ച് നല്ലൊരു ഡോക്ടറാകണം, നല്ലൊരു എഞ്ചിനീയർ ആകണം, നല്ലൊരു അധ്യാപികയാകണം, നല്ലൊരു നഴ്സ് ആകണം, അല്ലെങ്കിൽ നല്ലൊരു നമ്മുടെ പൈലറ്റ് ആകണം, അല്ലെങ്കിൽ എയറോസിസ്റ്റ് ആകണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള നമ്മളാണ് അല്ലെ. അപ്പോ സക്കായിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, യേശുവിനെ കാണണം. യേശുവിനെ കാണണമെന്ന് ഒറ്റ ആഗ്രഹം, വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി സക്കായി തക്കം നടന്നു. എപ്പോഴെങ്കിലും യേശുവിനെ കാണണം. പക്ഷെ മറ്റൊരു ആഗ്രഹത്തിലേക്കുണ്ടായിരുന്നു. തോന്നാ യേശുവിനെ കാണണം, പക്ഷേ യേശു എന്നെ കാണാനായിട്ട് പാടില്ല. അങ്ങനെ ആഗ്രഹത്തിലുണ്ടായിരുന്നു. യേശുവിനെ കാണണം, പക്ഷേ യേശു എന്നെ കാണാനായിട്ട് പാടില്ല. വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിന് ആഗ്രഹത്തിന് വേണ്ടി കഷ്ടപ്പാടത് എപ്പോഴും നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരവസരം സഹായം കഴിച്ചത്. ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് ചെയ്തിട്ടില്ല, പ്രയോജനപ്പെടുത്തിയില്ല. പഠിക്കാൻ പറയുന്ന സമയത്ത് പഠിക്കാൻ പറയുന്ന സമയത്ത് പഠിക്കാതെ കളിച്ചുകൊണ്ടിരിക്കുകയും ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയും ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അവസരങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കുക. അപ്പോ സഹായത്തിൽ ആ സമയത്ത് ഒരു കാട്ടത്തിലേക്ക് വലിക്കുകയാണ്. കാട്ടത്തി മരത്തിന്റെ പ്രത്യേകത നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ നിറയെ മുള്ളുകളുള്ള അവസ്ഥയാണ്. നിറയെ മുള്ളുകളുള്ള നമ്മുടെ ശരീരത്തിൽ തന്നെ കൈ പൊട്ടിയതിനു ശേഷം നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ ആ മുള്ളിൽ നമ്മളുടെ കൈ കൊള്ളുമ്പോൾ എന്തുമാത്രം വേദന ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കൊണ്ട മുള്ളിൽ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നത്? മുള്ളു കൊള്ളുന്ന സക്കായിയുടെ അവസ്ഥ. അത്രയും വേദന സഹിച്ചുകൊണ്ട് യേശുവിനെ കണ്ട വ്യക്തി മറ്റൊരു വ്യക്തി ബൈബിളിൽ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അത്രയും വേദന സഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? കടത്തിലേക്ക് വലിഞ്ഞു കയറി അവിടെ ചെന്നിരുന്നു, യേശുവിനെ കണ്ടു. ഇതുപോലെ നമുക്ക് പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ വളരെയധികം പ്രയാസങ്ങളും പ്രതികൂലങ്ങളുണ്ടാകും. പക്ഷെ അതെന്തെയും നമ്മൾ തരണം ചെയ്ത് പഠിച്ച് മുന്നിലേക്ക് കയറുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ സക്കായിയുടെ ആഗ്രഹം പൂർത്തിയായിരുന്നു. അവിടെ അവിടെ സക്കായി യേശുവിനെ കണ്ടു. യേശു കണ്ടില്ല. പക്ഷേ അവിടെ വേറെ ടെസ്റ്റ് വന്നു. യേശു സക്കായി ഇരുന്ന മരത്തിന് മൂട്ടിൽ പോയി സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് വിളിച്ചു.
സഖായി വേഗം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സഖായി പെട്ടെന്ന് വേഗത്തിൽ ഇറങ്ങി. ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം, ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം ആ മുള്ള് അവിടെ തന്നെ ഉണ്ട്. ഈ കൊണ്ട സ്ഥലത്ത് തന്നെയാണ് വീണ്ടും മുള്ള് കൊണ്ട് ഇറങ്ങി. അപ്പൊ യേശുവിനെ കണ്ടപ്പോഴും യേശു തന്റെ ജീവിതത്തിൽ വന്നപ്പോഴും എന്ത് ചെയ്തു? സഖായി അവന്റെ ശരീരം മുറിയേറ്റുകൊണ്ടാണ് എന്ത് ചെയ്തത്? യേശുവിനെ കണ്ടത്, യേശുവിനെ അറിഞ്ഞത്. യേശുവിനെ അറിഞ്ഞ് അവന്റെ ആ വേദനയോട് തന്നെയായിരിക്കും യേശുവിനെ സ്വീകരിച്ചത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്ന ജോലികളായിരുന്നാലും ഇത് തന്നെയായിരുന്നാലും വേദനയോടെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. സഖായിയുടെ ജീവിതത്തിൽ വിളിച്ചത് ദൈവമാണ്, യേശു ആണ്. നമ്മൾ പല പ്രാർത്ഥനാ സെന്ററുകളിൽ കേൾക്കാറുണ്ട്, കണ്ടിട്ടുണ്ടാവും. പലരും വിളിക്കുന്നത് പേര് പറഞ്ഞ് വിളിക്കും. എല്ലാവരും പേരോട് പല പ്രാർത്ഥനാ സെന്ററുകളിൽ പോകുന്നത് എന്താണ്? പേര് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോ പ്രാസംഗികരുടെ കൊണ്ട് പറയും, രതീഷ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഈ കൂട്ടത്തിൽ രതീഷ് എന്ന വ്യക്തി അവിടെ ഉണ്ടാകും. ആരെങ്കിലും ചുമ്മാ റാൻഡം പേര് വിളിച്ചു, അല്ലെങ്കിൽ പുറത്തുള്ള വണ്ടികൾ ഉണ്ടാവും, വണ്ടിയുടെ പേര് നോക്കി RC റോഡ് നോക്കി വിളിക്കാൻ പറ്റും. ഇങ്ങനെ വിളിക്കാൻ നിങ്ങളുടെ പെട്ടെന്ന് ഒരു പേര് വിളിച്ചത് പോലുണ്ട് ചാടി വിളിച്ചു. പക്ഷേ യേശു കർത്താവിന്റെ വിളി എന്ന് പറയുന്നത് സഖായി ഇരുന്ന മരത്തിൽ മൂട്ടി പോയി വിളിച്ച് സഖായിയെ വേഗം ഇറങ്ങി വാ എന്ന് വിളിച്ചത്. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് എല്ലാവരും കൊണ്ടാണ് എന്നല്ല വിളിച്ചത്. സഖായി ഏതെങ്കിലും മരത്തിന്റെ മണ്ടയിൽ സഖായി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ആ വിളികളിൽ നിങ്ങളുടെ ജീവിതം പട്ടപ്പോഹയാണ് എന്ന് ചിന്തിക്കുക. അപ്പോ ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത്, യേശുവിന്റെ വിളി എന്ന് പറയുന്നത്, അവൻ ഇരുന്ന മരത്തിന് മൂടി പോയത് സഖായിയെ വേഗം ഇറങ്ങി വാ എന്നാണ് വിളിച്ചത്. അപ്പോൾ യേശുവിന്റെ വിളി കേൾക്കുവാൻ നമ്മൾ കാതോർത്തിരിക്കുന്നു. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കുന്നത് ആത്മാവിൽ കത്തിച്ചൊലിച്ചു കൊടുക്കുന്ന ഒരു സാക്ഷ്യ ജീവിതം. ആത്മാവിൽ കത്തിക്കുന്ന സാക്ഷ്യ ജീവിതം എന്നതിന് ഞാൻ ആധാരമായി എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വായിച്ചു കേട്ട ഇയ്യോബിന്റെ ജീവചരിത്രമാണ്. ഇയ്യോബ് വളരെയധികം നീതിമാനായിരുന്നു, അതുപോലെ തന്നെ വളരെ നിഷ്കളങ്കരുമായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെയധികം മൃഗസമ്പത്തും ധാരാളമായ ഒരു വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് സാത്താൻ കടന്നു വരുന്നു. എങ്ങനെ കടന്നു വന്നത്? ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു. ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തി ഭൂമിയിലുണ്ട്. ആ വ്യക്തി നിഷ്കളങ്കനാലും ഒരു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം എത്തിയണം, എന്റെ കയ്യിലേക്ക് വെച്ച് തരിക എന്ന് സാത്താൻ ചെന്ന് ചോദിച്ചു വാങ്ങിച്ചു, എരന്ന് വാങ്ങുക എന്ന് പറയും. അതിനുശേഷമാണ് ഇയ്യോബിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ അടുത്തേക്ക് വന്നത്. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞു സാത്താൻ എന്തെങ്കിലുണ്ടാകും. പേര് എടുത്ത് വാങ്ങിച്ചിട്ടുണ്ടാകും. ഈ പേര് എടുത്ത് വാങ്ങിച്ച ശേഷം ഇവൻ എന്റെ മകൾ, ഇത് എന്റെ മകൾ, ഇത് എന്റെ മകൾ, ഇവൻ എന്റെ മകൾ എന്ന് അവനൊരിക്കലും എന്തില്ല തള്ളി പറയുന്നില്ല എന്ന വിശ്വാസത്തോടെ കൊടുത്തു. അച്ഛനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, എന്റെ മകനാണ്, അവൾ കൃത്യമായിട്ട് പള്ളി വരുന്നതാണ്, കൃത്യമായിട്ട് സന്ദേശിക്കുന്ന കുട്ടിയാണ്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സമയകാലിക്കുന്നവരാണ്, ഒരിക്കലും തള്ളി പറയുന്നില്ല എന്ന് പറയും. പക്ഷെ ചിലപ്പോഴെങ്കിലും ഞാൻ നിങ്ങളൊക്കെ യേശുവിനെ തള്ളി പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ, ചെറിയ പ്രതികൂലം വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയിലും പഴയ കൃത്യമായിട്ടുണ്ടായിരുന്നു, എല്ലാ ആഴ്ചയിലും കൊടുക്കാറുണ്ടായിരുന്നു, പക്ഷേ എന്ന് ഞാൻ നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ? തെറ്റാണ്. ഈ ഒരു ജീവിതത്തിൽ തന്റെ മക്കൾ ഒക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അവന്റെ ഭക്തി മുറുകെ പിടിച്ചു. അവന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പിലേക്ക് പുറപ്പെടുത്തു. തന്റെ അവസാനം വരെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തന്റെ ഭാര്യയാണ് വന്ന് പറഞ്ഞിട്ട് പോയി. നിങ്ങളത് ചെയ്ത് തെറ്റിച്ചു പറഞ്ഞിട്ട് ഒരു ചത്തു കളയുക എന്ന് വിവാഹം കഴിഞ്ഞവരുണ്ട്. അവർക്ക് തന്നെ അറിയാം തന്റെ സ്വന്തം ഭാര്യ ഒരിക്കൽ പോലും തമാശയ്ക്ക് പോലും പറയരുത് നിങ്ങൾ പോയി ചത്തു കളയുക എന്ന്. തമാശയ്ക്ക് പോലും പറയാറില്ല. ഭർത്താവിനോട് അതുപോലെ ഭാര്യയോട് പറയാറില്ല ഇങ്ങനെ പോയി ചത്തു കളയുക എന്ന്. തമാശയ്ക്ക് പോലും പറയാത്ത കാര്യം.
അത്രയും വേദന സഹിച്ചുകൊണ്ട് ഈ ഒരു ഭാര്യ പറഞ്ഞിട്ടുണ്ടാകും. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരു അസുഖബാധിതരായി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഒറ്റ കാര്യങ്ങളുള്ളൂ. അവിടെ എനിക്ക് അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എനിക്ക് ജീവനോട് കിട്ടിയാൽ മതി, എനിക്ക് നടക്കാൻ പോലും കുഴപ്പമില്ല, എനിക്ക് ജീവനോട് കിട്ടിയാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ. പക്ഷേ ഈ ഒരു ചത്തുകാലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം വേദന സഹിച്ചുകൊണ്ടായിരിക്കണം. അത്രയും വേദന സഹിച്ചിട്ട് പോകുന്നത് ഈ ദൈവത്തെ തിരിച്ചു പറയുന്നതായിട്ടാണ്. ദൈവത്തിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് മുൻപിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, ചെറിയ പ്രതികൂലം വരുമ്പോൾ നാം ദൈവത്തിന്റെ മുഖത്ത് നോക്കി പലപ്പോഴും നാം പലതും പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. നമുക്ക് കഷ്ടതയുണ്ട്, നഷ്ടങ്ങളുണ്ട് എങ്കിലോ നമുക്ക് ജീവന്റെ കിരീടം വാങ്ങി വെക്കാനായിട്ട് സാധിക്കും. യാക്കോബ് പറയുന്നു, യാക്കോബ് 1-13 അതിന്റെ 12-13 വാക്യം വായിച്ച്. യാക്കോബ് 12-13 വാക്യം. യാക്കോബ് 1-13 വാക്യം. പരീക്ഷ മനുഷ്യൻ പറയുക, അവൻ കൊള്ളാവുന്നതായി ശേഷം കർത്താവ് ജീവന്റെ കിരീടം നൽകും. അല്ലെ, ജീവന്റെ കിരീടം അവിടെ നൽകുന്നത്. നമുക്ക് പരീക്ഷ സഹിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കുന്നത് ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നതല്ല, നമ്മുടെ പ്രവൃത്തിയാൽ ആണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ദൈവത്തിന്റെ മുഖത്ത് തെളിച്ചു പറയുന്നതല്ല, ദൈവം പരീക്ഷണങ്ങളാൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നാം ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നമ്മുടെ ദൈവത്തെ തെറ്റിച്ചു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദൈവത്തിനെ തള്ളി പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. നാം ചെയ്തു കൊടുക്കുന്ന അവന്റെ ഫലം നാം തന്നെ ഇവിടെ അനുഭവിച്ചു തന്നെ പോകണം എന്നതാണ്. നമ്മുടെ ഒരു ചെറിയൊരു കഥയുടെ പറഞ്ഞ ശേഷം ഞാൻ പ്രശ്നത്തെ വിരമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊച്ചുപദേശി എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു വ്യക്തി ജീവിതമാണ്. കൊച്ചുപദേശി വളരെയധികം ധനാഢ്യനായ ഒരു മനുഷ്യനല്ല എങ്കിൽ പോലും ഒരു വലിയ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ച് വളർത്തപ്പെട്ടത്. അദ്ദേഹം തന്റെ ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ ദരിദ്രർക്ക് കൊടുത്ത് സഹായം കൊടുത്തതുപോലെ കൊടുത്ത് അദ്ദേഹം ഒന്നുമില്ലായ്മ അവസ്ഥയിലേക്ക് അങ്ങനെ ഒന്നുമില്ലായ്മയുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടപ്പോൾ തന്റെ ഏകമകനെ ഒറ്റമകൻ വന്നിട്ട് ചോദിക്കുന്നു, അപ്പ വിശക്കുന്നു, എന്റെ ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒന്നും തന്നെ ഇല്ല, വെള്ളം കുടിക്കുക, പച്ചവെള്ളം കുടിക്കുക എന്ന് പറയുന്ന ഒരു പിതാവിന്റെ അവസ്ഥ, ഒരു മാതാവിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ മക്കളടുത്ത് നമ്മൾ പറയും, നമ്മുടെ മക്കളടുത്ത് പറയുന്നു, അപ്പ അമ്മ വിശക്കുന്നു എന്ന് പറയുന്നു. മക്കളെ ഇന്ന് ഫുഡ് വെച്ചിട്ടുണ്ടോ എന്ന് പറയും, അല്ലെങ്കിൽ ഇത് നെല്ല് വെച്ചിട്ടുണ്ടോ എന്ന് പറയും. അപ്പൊ നമ്മുടെ മക്കൾ എന്തെന്ന് പറയാം, എന്ന് ചോദിക്കുന്ന നമ്മുടെ മക്കള്. കൊച്ചുപദേശിച്ചുകൊണ്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനായിട്ട് വകയില്ലാതെ ഇരിക്കുമ്പോൾ തന്റെ മക്കളോട് പറയുന്നു, പോയി വെള്ളം കുടിക്കുക എന്ന് പറയുന്ന അവസ്ഥ. നമ്മുടെ മക്കൾക്ക് ഇന്ന് ആഹാരം വേണ്ട, നമ്മുടെ മക്കൾക്ക് ആഹാരം വേണ്ട. കാരണം മുന്തിരിയെ കുറിച്ച് നമ്മൾ കഴിക്കാനായിട്ട് തോന്നിപ്പോൾ നമ്മൾ കഴിക്കും. നമ്മുടെ മക്കൾ ഒരു ചുപ്പിട്ട് എടുത്തു. അതിന് ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ഞാൻ കഴിക്കും, ഒരു ബിസ്ക്കറ്റ് പട്ടിക്ക് കൊടുക്കും. നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ ബിസ്ക്കറ്റ് നമ്മുടെ മാതാപിതാക്കൾ ചോദിച്ചു നോക്കുക. ഇവിടെ കുഞ്ഞുനാളിൽ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്, പലഹാരം എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒരു സാധനമാണ്. എന്ന് കിട്ടാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഇന്ന് സാധനങ്ങള് സൗകര്യങ്ങൾ കൂടുതലാണ്. അങ്ങനെ അത് കൂടുമ്പോഴാണ് കുഞ്ഞുങ്ങളെ മറ്റു വഴിയിലേക്ക് പോകുന്നത്. എന്റെ വീട്ടിൽ എന്റെ പപ്പ KSRTC ജീവനക്കാരനായിരുന്നു. ഞാൻ 10 പ്രാവശ്യം ചോദിക്കുമ്പോൾ എനിക്ക് പെൻസിൽ വെച്ചു. ഇന്ന് എന്റെ മകൻ ഒരു പ്രാവശ്യം ചോദിക്കുമ്പോൾ ഞാൻ 12 പെൻസിൽ ഒരു ബാഗ് പെൻസിൽ വെച്ചു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ ഒരുപാട് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് പോലെ എന്റെ മകന് എന്റെ അപ്പൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ ചെയ്തു എന്ന്
ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. എന്റെ മകൻ 4 ക്ലാസ് പഠിക്കും. പക്ഷെ ഞാനിപ്പോ വളരെ വൈകി മനസ്സിലാക്കിയത്. കാരണം നമ്മുടെ മക്കൾ 10 പ്രാവശ്യം ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സാധനം കൊടുക്കാറ് ഇല്ല എങ്കിൽ അതിന്റെ വിലയില്ലാതായി മാറും. അതിന് വിലയില്ലാതെ പക്ഷെ വില വരണമെങ്കിൽ അത് ഒരുപാട് ദിവസം ആഗ്രഹിച്ച് ഒരുപാട് ദിവസം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കിട്ടുന്നതിന് മാത്രമേ ഒരു വില ഉണ്ടാവുള്ളൂ. എന്റെ മകൻ ചില പെൻസിലുകൾ 1 ദിവസം 2 ദിവസം ചെയ്യുമ്പോൾ ആ പെൻസിൽ പൊട്ടിച്ച് 2ാം വിലയില്ല. നമ്മളൊക്കെ ഒരു ഒരാഴ്ച ഉപയോഗിച്ച അവസാനം അത് ഇത്ര നീളമാകുന്നത് കൈപിടിച്ച് എഴുതാൻ പറ്റാത്ത രീതി ആകുമ്പോഴേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ ചിന്തയാവണമെന്ന് എടുത്ത് ജോലി അത് ഇല്ലായ്മ അറിഞ്ഞു വളരാത്തതുകൊണ്ടാണ്. അപ്പൊ അത് ഇല്ലായ്മ അറിവ് തന്നെയാണ് വളർന്നത്. പക്ഷെ നമ്മുടെ ഇല്ലായ്മ തന്നെ വളരണം. അതുകൊണ്ട് അപ്രകാരം കഥ ചോദിച്ച് അങ്ങനെ തന്റെ കൂട്ടുകാരൊക്കെ 1-2 ദിവസമൊക്കെ എന്ത് ചെയ്താണ് വഴിയിലേക്ക് പോകുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ബിസ്ക്കറ്റോ ബ്രെഡോ എന്തെങ്കിലും കൊടുത്തു. കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ കൊടുത്തു. അത് കൊടുക്കുന്നത് കുറച്ച് ഭക്ഷണം ആവശ്യപ്പെടുക്കി കൊണ്ടിരുന്നു. അങ്ങനെ കൊടുത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്തു മടുത്തു. നമ്മൾ സ്ഥിരമായിട്ട് സഹായം ചെയ്യുമ്പോൾ നമ്മൾ എന്തിന് കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ കൊച്ചുദേശിയുടെ കൂട്ടുകാരൊക്കെ വിചാരിച്ചു കൊടുക്കണ്ട എന്ന് വിചാരിച്ചു. അവരൊക്കെ രണ്ടും കാണാതെയും ഒക്കെ വഴിയൊക്കെ പോയി. അപ്പൊ കൊച്ചുദേശി ഇപ്രകാരം അവിടെ കൊണ്ട് പാടി സഹായമില്ലെന്നാകിയോ പാടും കണ്ടും കാണാതെയും പോലും നാം കണ്ടും കാണാതെ പോകുമ്പോൾ ഒരു കാര്യം മുളിച്ചിരിക്കണം. അവരുടെ വേദനയെ നാം കണ്ടും കാണാതെയുമായി പോകാൻ പാടില്ല. അവരെന്താണ് ആവശ്യം നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. അവരുടെ ആഹാരമാണ് ആവശ്യമെങ്കിൽ ആഹാരം നമ്മൾ കൊടുക്കണം. നമ്മൾ പക്ഷക്കാരെ കാണുമ്പോൾ പൈസ കൊടുക്കുന്നു, ഒരിക്കലും പൈസയായി കൊടുക്കരുത്. അവർക്ക് ആഹാരമായിട്ട് മാത്രം വാങ്ങിക്കൊടുക്കുക. അവർക്ക് ആഹാരമാണ് അവർക്ക് ആവശ്യം. പൈസ കൊടുത്താൽ അവർ ഏത് രീതിയിൽ ഉപയോഗിക്കും. പൈസ കൊടുത്തതിന് നമ്മുടെ വണ്ടി തരുമ്പോൾ സിഗരറ്റ് വലിച്ചോട്ട് പോകും. മദ്യപിച്ച് മതത്തിനായി നമ്മുടെ വണ്ടി പോകും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വെറുതെ കൊടുക്കുമ്പോൾ അത് വളരെയധികം പ്രശ്നമാണ്. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ പോലെ ഒരു വ്യക്തി കഴിച്ച ഭക്ഷണം 2 ശതമാനം പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ ഞാൻ കൊടുത്തു. അദ്ദേഹം എന്റെ ഫ്രണ്ടിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അന്ന് ഞാൻ വിധി എഴുതി ഒരുത്തന് എന്റെ കയ്യിൽ 5 പൈസ ഇനി വാങ്ങത്തില്ല. എല്ലാവരും ആഹാരം വേണോ ഞാൻ വാങ്ങിക്കൊടുത്തു. അല്ലാതെ ഒരു പൈസ നാണയം തൊട്ട് ഞാൻ കൊടുക്കുന്നില്ല. കാരണം കൊടുത്ത പൈസ എന്റെ വീട്ടിലേക്ക് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ പാത്രം വരഞ്ഞ് വേണം കൊടുക്കാനായിട്ട്. അത് കൊച്ചുദേശി ആരും തന്നെ കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ കൊച്ചുദേശി ഞങ്ങളുടെ ആരാധനാലയത്തിലേക്ക് കടന്നു വരാമോ? നിങ്ങളൊന്ന് വന്നാൽ മതി. വന്ന് നിങ്ങളുടെ ജീവിതം ഒക്കെ സുഭിക്ഷമായ ഒരു ആക്കി തരാമെന്ന് പറഞ്ഞു. കൊച്ചുദേശി പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളുടെ ആരാധനാലയത്തിലേക്ക് വരത്തില്ല എന്ന്. നിങ്ങളുടെ ആരാധനാലയത്തിലേക്ക് ഒരിക്കലും ഞാൻ വരത്തില്ല. കാരണം ഞാൻ എന്നെ കൂട്ടുമടങ്ങുന്നത് എന്റെ യേശുവിന്റെ മുമ്പിലല്ലാതെ മറ്റൊരിടത്തേക്ക് ഞാൻ ഒട്ടുമടങ്ങത്തില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ആരാധന അറിയത്തില്ല. ആ സമയം നിങ്ങൾ പറയുന്ന സമയത്ത് വന്നാൽ മതി. ഞങ്ങളുടെ ആരാധനാലയം നിങ്ങൾക്ക് വേണ്ടി തുറന്നത്. നിങ്ങളൊന്ന് വീണ്ടും നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, വാസസ്ഥലം ഒക്കെ ഞങ്ങൾ തരാം. ഞങ്ങൾ ആരാധനാലയത്തിൽ വന്ന് വീണ്ടും നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുദേശിയുടെ സംസാരിച്ചു. ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്തില്ല. കാരണം ഞാൻ നിങ്ങളുമാണെങ്കിൽ അന്ന് ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബ് ഒന്നുമില്ല. ഇത് ആരും അറിയത്തില്ല. ആരും വിളിച്ചിരിക്കുന്നു ഒരിക്കലുമില്ല. കൊച്ചുദേശി അവിടെയും ഇദ്ദേഹം വിശ്വസ്തത പാലിച്ചിരുന്നു. തന്റെ ഏക മകനാണ് മരിച്ചു. തന്റെ ഏക മകൻ മരിച്ചു. ആ ചേതന്റെ ശരീരത്തിൽ മാറത്ത് ചേർത്തുകൊണ്ട് ഇപ്രകാരം പാടിയതാണ്: ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന, സന്തോഷത്തോടെ തൂങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സ്വർഗ്ഗത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ പാടി
ദുഃഖത്തിന്റെ ഭാരവാഹവും കർത്താവ് എന്റെ കയ്യിലേക്ക് വെച്ച് തരുന്നു. അതുകൊണ്ട് ഞാൻ സകലത്തോടെ സന്തോഷത്തോടെ അത് വാങ്ങുവാനായിട്ട് സാധിക്കും. ദുഃഖത്തിന്റെ ഭാഗത്ത് എത്ര തന്നെ കൈക്കൊള്ളതായിരുന്നാലും അത് സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് ആ നിലവിലെ പാടുവാനായിട്ട് സാധിച്ചില്ല എങ്കിലോ എനിക്ക് നിങ്ങൾക്ക് യാതൊരു ഉയർച്ചയും അനുഗ്രഹവും ലഭിക്കുന്നില്ല. നമുക്ക് ഇത്ര പ്രശ്നങ്ങളൊന്നാണ്, പ്രതികളൊന്നാണ് സഭയുടെ ആരാധന, സഭയുടെ യാതൊരു നമ്മൾ വളർത്താനായിട്ട് പാടില്ല. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് എന്റെ അമ്മയുടെ അപ്പച്ചൻ, അമ്മയുടെ അപ്പൻ മരണപ്പെട്ടു. ഈ സമയത്താണ് അപ്പച്ചൻ മരിച്ചത്. അതിന് അപ്പച്ചന്റെ ശരീരം എടുത്ത് അടക്കം ചെയ്ത് 8 മണിക്ക് അടക്കം ചെയ്തു. ഞാൻ 9 മണിക്ക് 9 മണിക്ക് അടുത്തു. കഴിഞ്ഞ വർഷം എന്റെ അമ്മയെ അപകടിച്ച് ആന്ധ്രാപ്രദേശ് എന്നിട്ട് ഞാൻ BBC-നെ പോയി. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിന്റെ സഭയിൽ ആരാധനയ്ക്ക് വേണ്ടി അതുകൊണ്ട് സഭാഗതമായിക്കോട്ടെ എന്ത് കമ്മിറ്റി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നാലും ആരാധന മുടക്കുവാനായിട്ട് പാടില്ല. സഭാഗതം ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് പാടില്ല. നമുക്ക് ഇരിക്കുന്ന പ്രാർത്ഥിക്കാം. സാക്ഷി ജീവിതം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ത്രീയുടെ ജീവിത അനുഭവം പോലെ ഞങ്ങൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന ഒരു ജനമായി മാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു സാക്ഷി ജീവിതം ഞങ്ങൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. സഹായ ജീവിതത്തിൽ തന്റെ ആത്മാവ് പ്രേരിപ്പിച്ചതുപോലും ചതുവായി നേടുകയും 4 മടങ്ങ് തിരികെ കൊടുക്കാനായിരിക്കുമ്പോൾ പ്രകാരം ഞങ്ങൾ ചതുവായി നേടുകയും 4 മടങ്ങ് തിരികെ ആഗ്രഹിക്കുന്നു. ചതുവായി നേടിയത് ഞങ്ങൾ സഭാരാധനകൾ വിശേഷിച്ചുകൊണ്ട് എടുത്തിരിക്കുകയാണ്. ആരാധനകൾ ഉപേക്ഷിച്ച് ചതുവായി അങ്ങനെ സമയം നേടിയിരിക്കുകയാണ്. ആ സമയം ഞങ്ങൾ തിരിച്ചു നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനകൾ അത് തന്നെ കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചതുവായി നേടിയത് 4 മടങ്ങ് ഞങ്ങൾ തിരികെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അത് തന്നെ കൃപ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. കഥ സാക്ഷിക്കുന്നു ഞങ്ങളെ ഉണ്ടാകുവാൻ കൃപ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ജീവിതത്തിൽ തനിക്കുണ്ടാകുന്നൊക്കെ നഷ്ടപ്പെട്ടു എങ്കിലും അങ്ങയുടെ നാമത്തിന് വേണ്ടി ആയിരിക്കുമ്പോൾ അതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതം എന്തെങ്കിലും സംഭവിച്ചിരുന്നാലും ഇതുവരെ പ്രശ്നങ്ങൾ വന്നാലും ആഗ്രഹിക്കുന്നു. അപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ വിശേഷ സമയം പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള